ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 മാർക്ക്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 3n + 2 ഈസ് 47 എ ടേം ഓഫ് ദിസ് സീക്വൻസ്. അപ്പോൾ ഈ ആൾജിബ്ര വരുന്ന ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേമാണ് 47 എന്നാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അപ്പോൾ 3n + 2 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 3ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 45 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിളാണ്. 4 5 9 3യുടെ മൾട്ടിപ്പിളാണ് 45 എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 47 ആണ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും എസ് എന്ന് പറയാൻ സാധിക്കും. അറിയാത്തവർ ഇങ്ങനെ ചെയ്യാം. അറിയാത്തവർക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്യാം. 3n + 2 = 47 എഴുതാം. 3n = 47 - 2 3n = 45. 45നെ 3 കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുണ്ടോ നോക്കുക. ഒരു 3 3 ബാലൻസ് 1 15ൽ 3 5 പ്രാവശ്യം കറക്റ്റായിട്ട് പോയി. അപ്പോൾ n = 45 ഡിവൈഡഡ് ബൈ 3. 45 ഡിവൈഡഡ് ബൈ 3 = 15 ഇവിടെ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് n ഒരു പൂർണ്ണസംഖ്യയാണെങ്കിൽ ഇത് 15ാമത്തെ ടേമാണ്. 47 എന്ന് പറഞ്ഞാൽ 15ാമത്തെ ടേമാണെന്ന് നമുക്ക് പറയാൻ സാധിച്ചു. അല്ലെങ്കിൽ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ആംഗിൾ AOD = 80 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ ACB ആൻഡ് ആംഗിൾ ABD. ആംഗിൾ ACB ആദ്യം നോക്കാം. ആംഗിൾ ACB എന്ന് പറയുമ്പം ഇതാണ് ആംഗിൾ ACB. AB എന്ന് പറയുന്നത് ഒരു ഡയമീറ്ററാണ് അല്ലേ. AB ഡയമീറ്ററാണ്. അപ്പോൾ എപ്പോഴും ഡയമീറ്റർ വന്നു കഴിഞ്ഞാൽ ACB ഒരു സെമി സർക്കിൾ ആംഗിളാണ്. സെമി സർക്കിൾ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാനില്ല. ആംഗിൾ ACB = 90 ഡിഗ്രി. സെമി സർക്കിൾ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. AB ഡയമീറ്റർ ആയതുകൊണ്ട് ACB സെമി സർക്കിൾ ആംഗിളാണ്. സെമി സർക്കിൾ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കുന്നത് ആംഗിൾ ABD ആണ്. ആംഗിൾ ABD എന്ന് പറയുമ്പം ഇതാണ് ആംഗിൾ അല്ലേ. അപ്പോൾ AOD എന്ന് പറയുന്ന അതേ ഇതിൽ തന്നെയാണ്, അതേ സെഗ്മെൻറ്റിൽ നിന്നാണ്. AD എന്ന് പറഞ്ഞ ഈ സെഗ്മെൻറ്റിൽ നിന്നാണ് AODയും ABDയും വരയ്ക്കുന്നത്. അപ്പോൾ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ. അപ്പോൾ ആൻസർ = 40 ഡിഗ്രി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2 മാർക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് ഇൻ ദ പിക്ചർ വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട്. ഈ ഷെയ്ഡഡ് പാർട്ടിൽ ഒരു കുത്തിടുകയാണെങ്കിൽ, നോക്കാതെ ഒരു കുത്തിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷെയ്ഡഡ് പാർട്ടിൽ ഒരു കുത്തിടുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിനെ ഈക്വൽ പാർട്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ഈക്വൽ പാർട്ടാക്കാം. ഇതിനെ ഇവിടെ ഈക്വൽ പാർട്ടാക്കി. അപ്പോൾ അതിൽ 1 2 3 4 4 × 4 16 കള്ളികളാണുള്ളത്. അപ്പോൾ ടോട്ടൽ ഈക്വൽ പാർട്ട് ഈസ് ഈക്വൽ ടു 16. ഷെയ്ഡഡ് പാർട്ട് ഇതിൽ 4 എണ്ണമാണുള്ളത്. ഷെയ്ഡഡ് പാർട്ട് ഈസ് ഈക്വൽ ടു 4. Therefore, probability to put a dot in shaded part is equal to is equal to 4/16 is equal to 4 16 കറക്റ്റായിട്ട് പോകും. 4 16 4 പ്രാവശ്യം, 4 4 ഒരു പ്രാവശ്യം, 4 16 4 പ്രാവശ്യം. അപ്പോൾ 1/4 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The product of 2 consecutive odd numbers is 399. Find the numbers. 2 തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം 399 ആണ്. ഫൈൻഡ് ദ നമ്പേഴ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലെറ്റ് ദ നമ്പേഴ്സ് ആർ x and x + 2. നമ്മൾ ഓഡാണെങ്കിലും ശരി ഈവൺ ആണെങ്കിലും ശരി
ഈ നമ്പേഴ്സ് എടുക്കുമ്പം എക്സും എക്സ് പ്ലസ് ടു തന്നെയാണ് എടുക്കുക കേട്ടോ. എക്സ് 1 ആണെങ്കിൽ എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ 3 ആണ്. എക്സ് 2 ആണെങ്കിൽ 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഓടാണെങ്കിലും ശരി ഈവൺ ആണെങ്കിലും ശരി തുടർച്ചയായുള്ള രണ്ട് നമ്പേഴ്സ് എക്സും എക്സ് പ്ലസ് ടു ആണ്. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു 399. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഇസ് ഈക്വൽ ടു 399. നമ്മളിവിടെ സ്ക്വയറിങ് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പാതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടുക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ, 2ൻ്റെ പാതി 1, 1ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 399 പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് പ്ലസ് 1 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 399 പ്ലസ് 1 സ്ക്വയർ പറഞ്ഞാൽ 1 തന്നെ 400. 399 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 400. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 400 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 400ൻ്റെ സ്ക്വയർ റൂട്ട് 20. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. 2 പൂജ്യത്തിന് 1 പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ 20. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ രണ്ട് ആൻസർ ഉണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് എടുക്കുക പ്ലസ് 20 മൈനസ് 1, ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എടുക്കണം മൈനസ് 20 എടുക്കണം മൈനസ് 20 മൈനസ് 1. എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ പ്ലസ് 1 റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് 1 ആണ് ആവുക. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 19, ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 21. ഇനി നമ്മൾ എല്ലാ ആൻസർ ഇടണം. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 19, നമ്പേഴ്സ് ആർ 19 and 21. എക്സ് 19 ആണെങ്കിൽ നമ്പേഴ്സ് ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. ഇവിടെ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറഞ്ഞില്ല. അപ്പോൾ രണ്ട് ആൻസറും എഴുതാം കേട്ടോ. ഇനി ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 21, നമ്പേഴ്സ് ആർ മൈനസ് 21 ആൻഡ് മൈനസ് 21 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 19 ആണ്. മൈനസ് 21 ആൻഡ് മൈനസ് 19. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.